നമുക്കൊരു ചോദ്യം നോക്കാം. Children in class 6 decided to raise 1000 rupees to buy books for the library. There are 40 children in the class and they decided that all of them should give the same amount. How much should each give? ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങുവാനായിട്ട് 6 ക്ലാസ്സിലെ കുട്ടികൾ 1000 രൂപ പിരിക്കുവാനായി തീരുമാനിച്ചു. ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്. എല്ലാവരും ഒരേ തുക കൊടുക്കണമെന്ന് നിശ്ചയിച്ചു. ഓരോരുത്തരും എത്ര രൂപ വീതം കൊടുക്കണം? ഈ സിറ്റുവേഷൻ ഒന്ന് പറയാം. 40 കുട്ടികളുണ്ട്. അവർ 1000 രൂപ പിരിക്കാനായിട്ട് തീരുമാനിച്ചു. എല്ലാവരും ഒരേ തുകയാണ് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഓരോരുത്തർ എത്ര രൂപ ഇത് ഇടണം? എല്ലാവരും തുല്യമായതുകൊണ്ട് 1000 രൂപയെ 40 പേർക്കായിട്ട് വിഭജിച്ചാൽ മതി. 1000നെ 40 കൊണ്ട് ഹരിച്ചാൽ മതി. അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ആവശ്യം 1000നെ 40 കൊണ്ട് ഹരിക്കുക എന്നതാണ്. 1000 ഡിവൈഡഡ് ബൈ 40. ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാം. 1000 ഡിവൈഡഡ് ബൈ 40. ഇവിടെ മേളിലും താഴെയും 10 വെച്ച് നമുക്ക് ഹരിക്കാം. അതിന് തുല്യമാണ് ഓരോ 0 വെട്ടിക്കളയുന്നത്. therefore നമ്മളത് ചെയ്യുന്നു. എന്നിട്ട് അതിനെ 100/4 എന്ന് എഴുതുന്നു. ഇനി 100നെ 4 വെച്ച് ഹരിച്ച് നോക്കാം. 100 ഡിവൈഡഡ് ബൈ 4. 10നകത്ത് 2 തവണയുണ്ട്. 2 × 4 8 ആണ്. 10ൽ നിന്ന് 8 പോയാൽ 2. അടുത്ത 0 ഇറക്കി എഴുതുന്നു. 20നകത്ത് 5 തവണയുണ്ട്. 5 × 4 20. 20ൽ നിന്ന് 20 പോയാൽ 0. therefore 100നെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ ആൻസർ എന്ന് പറയുന്നത് 25 ആണ്. അടുത്തൊരു സിറ്റുവേഷൻ നോക്കാം. There are 30 children in class 6B. They raised 1200 rupees for a medical fund. Can you calculate how much each gave? 6B ക്ലാസ്സിൽ 30 കുട്ടികളാണുള്ളത്. ഒരു ചികിത്സാ സഹായ നിധിയിലേക്ക് ഈ ക്ലാസ്സിൽ നിന്ന് 1200 രൂപ സംഭാവനയായി കിട്ടി. ഓരോ കുട്ടിയും എത്ര രൂപ വീതമാണ് കൊടുത്തതെന്ന് പറയാമോ? നമുക്കറിയാം, നമുക്ക് പരിചയമുള്ളൊരു കാര്യമാണ്. ചികിത്സയ്ക്കായിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പ് ചേർന്ന് ഫണ്ട് സ്വരൂപിക്കുകയാണെങ്കിൽ എല്ലാവരും തുല്യമായിട്ടുള്ള തുകയായിരിക്കില്ല കൊടുക്കുക. ചിലർ 100 കൊടുക്കും, ചിലർ 200 കൊടുക്കും. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ആൾക്കാർ കൊടുക്കുക. കാരണം അത് സ്വയമാണ് തീരുമാനിക്കുന്നത്. തൊട്ട് മുകളിൽ നമ്മൾ പറഞ്ഞതുപോലെ 1000 രൂപ 40 പേര് തുല്യമായിട്ട് ഭാഗിക്കുന്നൊരു സംഭവമല്ല ഇവിടെ നടക്കുന്നത്. അപ്പോൾ തുല്യമായിട്ടുള്ള തുകയല്ല കൊടുക്കുന്നത്. അതുകൊണ്ട് 1200നെ 30 വെച്ച് ഹരിച്ചാൽ ലഭിക്കുന്ന തുകയാണ് ഓരോരുത്തരും കൊടുത്തതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. എങ്കിലും നമുക്ക് ചില കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലെത്താനായിട്ട് സാധിക്കും. 1200 രൂപ 30 കുട്ടികൾ തുല്യമായിട്ടാണ് ഭാഗിച്ചിരുന്നതെങ്കിൽ ഓരോരുത്തരും എത്ര രൂപ വീതം കൊടുക്കുമായിരുന്നു? അതിനെന്ത് ചെയ്യണം? 1200നെ ഒന്ന് 30 വെച്ചൊന്ന് ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. 1200നെ നമുക്കൊന്ന് 30 വെച്ചൊന്ന് ഹരിച്ച് നോക്കാം. 1200 ഡിവൈഡഡ് ബൈ 30. രണ്ടിലും 10 വെച്ച്, രണ്ടിനെ നമുക്ക് 10 വെച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. 10 വെച്ച് ഡിവൈഡ് ചെയ്യുന്നതും ഓരോ സീറോസ് കട്ട് ചെയ്യുന്നതും ഒരേപോലെയാണ്. ഇനി 1200നെ 30 വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 120നെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. 12ൽ എത്ര തവണയാണ്? 4 തവണയാണ് 12ൽ. 3 12 0. അടുത്ത 0 ഇറക്കി എഴുതുമ്പോൾ മുകളിലൊരു 0 ഇട്ട് കൊടുക്കുന്നു. സോ 120നെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 40 ആണ്. അതേ ആൻസർ തന്നെയാണ് 1200നെ 30 വെച്ച് ഡിവൈഡ് ചെയ്താലും കിട്ടുന്നത്. അതായത് 1200നെ 30 വെച്ച് ഡിവൈഡ് ചെയ്താലും 40 തന്നെയാണ് ആൻസർ. 1200നെ 30 വെച്ച് ഹരിച്ചപ്പോൾ നമുക്ക് 40 എന്നുള്ള ഉത്തരം കിട്ടി. ഇതിൽ നമുക്കൊരു കാര്യം കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. 1200 രൂപ 30 കുട്ടികളും തുല്യമായിട്ടാണ് വീതിച്ചെടുത്തിരുന്നെങ്കിൽ, തുല്യമായിട്ടാണ് 1200 രൂപ സമാഹരിച്ചിരുന്നതെങ്കിൽ ഓരോരുത്തരും 40 രൂപ വീതമായിരിക്കും ഇട്ടിരുന്നത്. അങ്ങനെയാണെന്നല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ 40 രൂപ വീതമായിരിക്കും
ഇട്ടിരുന്നത്. ഇനി മറ്റൊരു കാര്യം നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്, എല്ലാവരും 40 രൂപയിൽ കുറവായിരിക്കില്ല കൊടുത്തത്. കാരണം എല്ലാവരും 40 രൂപയിൽ കുറവാണ് കൊടുത്തിരുന്നതെങ്കിൽ അതൊരിക്കലും 1200 എത്തത്തില്ല. ഒന്ന് ചിന്തിച്ച് നോക്കുക. കാരണം എല്ലാവരും 40 രൂപ വെച്ച് കൊടുത്താലേ 1200 രൂപയിൽ എത്തത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും 40 രൂപയിൽ താഴെ കൊടുത്താൽ അതൊരിക്കലും 1200 രൂപയിൽ എത്തുകയില്ല. അതുപോലെ തന്നെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, എല്ലാവരും 40 രൂപയിൽ കൂടുതൽ കൊടുത്തിട്ടില്ല. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അത് 1200-നേക്കാളും വലിയൊരു തുകയാകുമായിരുന്നു. കാരണം എല്ലാവരും 40 കൊടുത്താൽ തന്നെ 1200-ലെത്തും. ഇനിയും എല്ലാവരും 40 രൂപയിൽ കൂടുതലാണ് കൊടുത്തിരുന്നതെങ്കിൽ അത് 1200-നേക്കാളും വലിയൊരു തുകയായിട്ട് മാറുമായിരുന്നു. അപ്പോൾ 1200 രൂപ എത്താനായിട്ട് എന്ത് ചെയ്യണം? എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? കുറച്ച് പേര് 40 രൂപ കൊടുത്ത് കാണും, കുറച്ച് പേര് 40 രൂപയിൽ കുറവായിരിക്കും, കുറച്ച് പേര് 40 രൂപയിൽ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് 1200 രൂപയിലേക്ക് എത്തുകയുള്ളൂ, ആ ഒരു തുക. ഇങ്ങനൊരു സിറ്റുവേഷൻ, അതായത് ആകെ 1200 രൂപയുണ്ട്, 30 കുട്ടികൾ അത്രയും എമൗണ്ട് സമാഹരിച്ചെടുത്തു. നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല ഓരോരുത്തരും 40 രൂപ വീതമാണ് ഇട്ടതെന്ന്. ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമുക്ക് പറയാം, ഒരാൾ ശരാശരി 40 രൂപ വീതം സംഭാവന ഇട്ടു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരാൾ ആവറേജ് 40 രൂപ വീതം ഇട്ടു എന്ന് പറഞ്ഞാൽ ഒരാൾ കൃത്യം 40 രൂപ വീതം ഇട്ടെന്നല്ല അർത്ഥം. ഒരാൾ ആ ഒരു എമൗണ്ട് ഏകദേശം ഇട്ടാൽ, ഏകദേശം 40 രൂപ ഇട്ടാൽ എന്താണ് 1200 രൂപ സമാഹരിക്കാൻ സാധിച്ചു എന്നേ അതിനൊരു അർത്ഥമുള്ളൂ. അപ്പോൾ ശരാശരി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എത്ര രൂപ ഇടേണ്ടി വരും എന്നുള്ളൊരു എമൗണ്ടായിട്ട് മാത്രമേ ഇവിടെ എടുക്കാവൂ. ഇപ്പോൾ നമ്മൾ പുതിയൊരു ടൈം പരിചയപ്പെട്ടല്ലോ, ശരാശരി അല്ലെങ്കിൽ ആവറേജ്. അടുത്തൊരു പ്രോബ്ലം നോക്കാം. Manikudan supplies milk to the society each day. Last week he supplied 56 liters in all. How much did he give each day of this week on average? മണിക്കുട്ടൻ എല്ലാ ദിവസവും സൊസൈറ്റിയിൽ പാൽ കൊടുക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ആകെ 56 ലിറ്റർ പാലാണ് കൊടുത്തത്. ഒരു ദിവസം ശരാശരി എത്ര ലിറ്റർ പാലാണ് കൊടുത്തത്? ടോട്ടൽ മിൽക്ക്, അതായത് ടോട്ടൽ മിൽക്ക് സപ്ലൈഡ് എന്ന് പറയുന്നത് 56 ലിറ്റേഴ്സ് ആണ്. നമ്പർ ഓഫ് ഡേയ്സ്, ഒരാഴ്ചയാണ് 1 വീക്ക് 7 ഡേയ്സ്, സോ ഇറ്റ് ഈസ് 7. ഇനി ആവറേജ് മിൽക്ക് സപ്ലൈഡ് പെർ ഡേ, അതായത് ഒരു ദിവസം സപ്ലൈ ചെയ്തത് ഏകദേശം, അതായത് ശരാശരി എന്ന് പറയുന്നത് ആകെയുള്ള പാലിൻ്റെ അളവിനെ ദിവസത്തിൻ്റെ എണ്ണം വെച്ച് ഹരിക്കുന്നു. 56 ഡിവൈഡഡ് ബൈ 7, ദാറ്റ് ഈസ് 8 ലിറ്റർ. ആകെ നൽകിയ പാലെന്ന് പറയുന്നത് 56 ലിറ്ററാണ്. ദിവസങ്ങളുടെ എണ്ണം 7ആണ്. ശരാശരി ഒരു ദിവസം നൽകിയ പാലെന്ന് പറയുന്നത് 56 ഡിവൈഡഡ് ബൈ 7, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ലിറ്റർ. നമുക്ക് പരിചയമുള്ളൊരു സിറ്റുവേഷനാണ്. എല്ലാ ദിവസവും ലഭിക്കുന്ന പാലിൻ്റെ അളവ് കൃത്യമാകണമെന്നില്ല. നമുക്കൊരു ഏകദേശ കണക്ക്, ഒരു ശരാശരി കണക്ക് മാത്രമേ അതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ശരാശരി എന്ന് ഉദ്ദേശിച്ചത് ഓരോ ദിവസവും കൊടുത്ത പാല് തുല്യമായിരുന്നെങ്കിൽ ഓരോ ദിവസവും എത്ര ലിറ്റർ വീതമായിരുന്നു കൊടുത്തു എന്നതാണ് ഇവിടെ ശരാശരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 7 ദിവസം കൊണ്ട് 56 ലിറ്റർ പാലാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ തുല്യമായിരുന്നെങ്കിൽ ഒരു ദിവസം എത്ര ലിറ്റർ ആയിരിക്കും കൊടുത്തത്? തുല്യമാണെങ്കിൽ എത്രയാ? അതിന് 56-നെ ഒന്ന് 7 വെച്ചൊന്ന് ഹരിച്ചാൽ മതി. 56-നെ 7 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? നമുക്കറിയാം 8 × 7 ആണ് 56, 8 × 7 ആണ് 56. സോ
56നെ 7 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 8 കിട്ടും. അതിൻ്റെ അർത്ഥം എല്ലാ ദിവസവും 8 ലിറ്റർ പാല് തന്നെ കൊടുത്തു എന്നല്ല. എല്ലാ ദിവസവും കൊടുത്ത പാല് ഒരേ അളവായിരുന്നെങ്കിൽ ഒരു ദിവസം 8 ലിറ്റർ വീതമായിരിക്കും കൊടുത്തത് എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇവിടെ ശരാശരി എന്ന് പറയുന്നത് കൊടുത്തത് തുല്യമാണെങ്കിൽ ഓരോ ദിവസവും എത്ര ലിറ്റർ പാല് വീതം കൊടുത്തിട്ടുണ്ടാകും എന്നുള്ള ഒരു അർത്ഥം മാത്രമേ അതിന് എടുക്കാവൂ. ഇനി ശരാശരി 8 ലിറ്റർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം 7 ലിറ്റർ ആയിരിക്കും കൊടുത്തത്, മറ്റൊരു ദിവസം ചിലപ്പോൾ 9 ലിറ്റർ ആയിരിക്കും, ചില ദിവസങ്ങളിൽ 8 ലിറ്റർ തന്നെയായിരിക്കും പാല് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഒരു ദിവസം കൊടുത്തത് 1 ലിറ്ററും മറ്റൊരു ദിവസം 15 ലിറ്ററും ആ ഒരു രീതിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അടുത്ത ചോദ്യം, ഓൺ 5 days a man spends 300 rupees, 250 rupees, 270 rupees, 280 rupees and 290 rupees. How much did he spend each day on average? ഒരാളുടെ 5 ദിവസത്തെ ചെലവ് 300 രൂപ, 250 രൂപ, 270 രൂപ, 280 രൂപ, 290 രൂപ എന്നിങ്ങനെയാണ്. അയാൾക്ക് ഒരു ദിവസം ശരാശരി എത്ര രൂപയാണ് ചെലവായത്? ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഈസ് ഈക്വൽ ടു ആകെയുള്ള എമൗണ്ട് എത്രയാണെന്ന് നമ്മൾ നോക്കണം. ഇവിടെ ഫസ്റ്റ് ഡേയിൽ 300 ആണ്, സെക്കൻഡ് ഡേയിൽ 250 ആൻഡ് തേർഡ് ഡേയിൽ 270 ആൻഡ് ഫോർത്ത് ഡേയിൽ 280 ആൻഡ് ഫിഫ്ത്ത് ഡേയിൽ 290. സോ ദ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ സം ചെയ്യണം. സം ചെയ്യാനായിട്ട് എങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാനായിട്ട് പരിചയമുള്ളതാണല്ലോ. ഏറ്റവും വലതുവശത്തെ സംഖ്യ, അതായത് വൺസിൻ്റെ പ്ലേസിലുള്ള സംഖ്യകളെല്ലാം കൂടെ കൂട്ടുന്നു. അതെല്ലാം സീറോസ് ആണ്. സീറോസ് എല്ലാം കൂടെ എത്ര തവണ ആഡ് ചെയ്താലും ആൻസർ 0 ആണ്. ദെൻ ടെൻസിൻ്റെ പ്ലേസിൽ സംഖ്യകളെല്ലാം കൂടെ കൂട്ടുന്നു. 10ൻ്റെ സ്ഥാനത്തിലെ സംഖ്യകളെല്ലാം കൂടെ കൂട്ടുന്നു. 7ഉം 5ഉം 12, 12 8 20, 29 29. ഒരു ശിഷ്ടം 2 ഉണ്ട്, റിമൈൻഡർ 2 ഉണ്ട്. 2ഉം 3ഉം 5, 5ഉം 2 7, 7ഉം 2 9, 9ഉം 2 11, 2ഉം 13. So the sum is 1390. $1390 രൂപയാണ് ആകെ ചെലവഴിച്ചത്. നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഓൺ 5 days എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 5. ഇനി ആവറേജ് എമൗണ്ട് സ്പെൻഡ് പെർ ഡേ, ഒരു ദിവസം എത്ര രൂപ ചെലവഴിച്ചു? ഒരു ദിവസം എത്ര രൂപ ചെലവഴിച്ചെന്നറിയാൻ ആകെയുള്ള തുകയെ ആകെയുള്ള ദിവസം വെച്ച് ഹരിക്കുക. ആവറേജ് എമൗണ്ട് സ്പെൻഡ് പെർ ഡേ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അതൊന്ന് കണ്ടുപിടിക്കണം. 1390 നമ്മൾ 5 വെച്ച് ഹരിക്കുന്നു. ഒന്നിനില്ല, 13ൽ 2 തവണയുണ്ട്. 2 × 5 10 ആണ്. 13ൽ നിന്ന് 10 പോയാൽ 3ൽ നിന്ന് 0 പോയാൽ 3, 1ൽ നിന്ന് പോയാൽ 0. അടുത്ത സംഖ്യ ഇറക്കി എഴുതുന്നു. സോ ഇപ്പോഴത്തെ നമ്പർ 39 ആണ്. 39ൽ എത്ര തവണയുണ്ട്? 5. 7 × 5 35 ആണ്. 8 × 5 40 ആണ്. സോ 7 times. 7 × 5 35. 39 - 35. 9 - 5 എന്ന് പറയുന്നത് 4 ആണ്. 3 - 3 എന്ന് പറയുന്നത് 0. അടുത്ത 0 ഇറക്കി എഴുതുന്നു. 40ൽ എത്ര തവണയുണ്ട്? 5. 8 തവണ. 8 × 5 ആണ് 40. സോ 40 40 പോകുമ്പോൾ 0. ഇനി മുകളിൽ ബാക്കി സംഖ്യകളൊന്നും തന്നെയില്ല, അതുകൊണ്ട് ഫിനിഷ് ചെയ്യാം. ആൻസർ എന്ന് പറയുന്നത് 278.
എമൗണ്ട് ആയതുകൊണ്ട് റുപ്പീസിൻ്റെ ചിഹ്നം കൂടി ഇട്ട് കൊടുക്കുന്നു. റുപ്പീസിൻ്റെ ചിഹ്നം പരിചയമുള്ളതാണല്ലോ. ഹിന്ദിയിലെ രാ എഴുതിയിട്ട് കുറുകെ ഒരു വര എഴുതുന്നു. സോ റുപ്പീസ് 278. ഈ കാണുന്നതാണ് റുപ്പീസിൻ്റെ സിമ്പിൾ. ഹിന്ദിയിൽ രാ എഴുതിയിട്ട് കുറുകെ ഒരു വര. ആകെ ചിലവായ തുക എന്ന് പറയുന്നത് 300-ൻ്റെയും 250-ൻ്റെയും 270-ൻ്റെയും 280-ൻ്റെയും 290-ൻ്റെയും തുകയായിട്ടുള്ള 1390 ഇനി ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? ആകെ 5 ദിവസത്തെ ചിലവാണ് തന്നിരിക്കുന്നത്, 5. അതുകൊണ്ട് ദിവസങ്ങളുടെ എണ്ണം 5. ഇനി ഒരു ദിവസത്തെ ശരാശരി ചിലവ് എന്ന് പറയുന്നത് ആകെ ചിലവായ തുക ഡിവൈഡഡ് ബൈ ദിവസങ്ങളുടെ എണ്ണം. ദാറ്റ് ഈസ് 1390/5, ദാറ്റ് ഈസ് ഈക്വൽ ടു 278. See the length of cloth needed to make shirts for some kids in Sudhi's class. There are 23 boys in the class. How much should be bought to make shirts for all? സുധീറിൻ്റെ ക്ലാസ്സിലെ ചില കുട്ടികൾക്ക് കുപ്പായത്തിനാവശ്യമായ തുണിയുടെ അളവ് നോക്കുക. ക്ലാസ്സിലാകെ 23 കുട്ടികളാണുള്ളത്. എല്ലാവർക്കും കൂടി ഏകദേശം എത്ര മീറ്റർ തുണി വാങ്ങേണ്ടി വരും? ഇവിടെ ഓരോരുത്തർക്കും ആവശ്യമുള്ള ആകെ 23 കുട്ടികളുണ്ട്. അതിൽ 5 പേരുടെ ഡീറ്റെയിൽസ് മാത്രമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സുധീറിന് 110 സെൻറ്റിമീറ്റർ നീളം വേണം. 110 സെൻറ്റിമീറ്റർ നീളത്തിൽ തുണി ആവശ്യമുണ്ട്. രവിക്ക് 130 സെൻറ്റിമീറ്റർ, രമേഷിന് 120, സുഹൈലിന് 140 ആൻഡ് ജോസഫിന് 100 സെൻറ്റിമീറ്റർ. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് ഏകദേശം ഒരേ വലുപ്പത്തിലായിരിക്കും ഷർട്ട് തയ്ക്കുക. തുല്യമെന്നല്ല, ഏകദേശം ഒരേ വലുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും തുണി എടുക്കാനായിട്ട് ആകെ 23 പേരിൽ ഈ ഒരു 5 പേരെ എടുത്തിട്ട് അവരുടെ ഒരു ശരാശരി എടുത്തിട്ട് അതിനെ 23 വെച്ച് ഗുണിച്ച് ലഭിക്കുന്ന അളവ് എത്രയാണോ അത്രയും സെൻറ്റിമീറ്ററിലുള്ള തുണി നമ്മൾ ആകെ വാങ്ങിച്ചാൽ മതി. ആദ്യം നമുക്ക് ലെങ്ത് ഓഫ് ദ ക്ലോത്ത് നീഡഡ് ഫോർ 5 സ്റ്റുഡൻസ്. 5 കുട്ടികൾക്കും ആകെ എത്ര സെൻറ്റിമീറ്റർ തുണി വേണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ 5 സംഖ്യകൾ 100-ന് മുകളിലാണ്. അപ്പോൾ തന്നെ സമ്മ് 500 എത്തി. ഇനി 100 ഒഴിച്ചുള്ള ബാക്കി സംഖ്യകൾ നമുക്കൊന്ന് കൂട്ടാം. ആദ്യം 10, പിന്നെ 30, ദെൻ 20, ദെൻ 40. 10ഉം 30ഉം 40, 40, 20, 60, 60, 40, 100. ആദ്യത്തെ 500-ൻ്റെ കൂടെ കൂട്ടുമ്പം 500, 100ഉം 600. ആദ്യം വൺസിൻ്റെ പ്ലേസിലെ സംഖ്യകളെല്ലാം കൂടെ കൂട്ടാം. അവയെല്ലാം സീറോസ് ആണ്. അവയുടെ സമ്മ് 0 ആണ്. ഇനി ടെൻസിൻ്റെ പ്ലേസിൽ 4, 2, 6, 3, 9, 1, 10. 10-ൽ 0 എഴുതി. 1 റിമൈൻഡർ ഉണ്ട്, ശിഷ്ടമുണ്ട്, അത് മുകളിൽ എഴുതി. അതും കൂടെ ചേർക്കുമ്പം 5, 1, 6 വരും. സോ ദ സം ഈസ് 600. അളവ് സെൻറ്റിമീറ്ററിലായതുകൊണ്ട് 600 സെൻറ്റിമീറ്റർ എന്ന് എഴുതുന്നു. ഇനി ആവറേജ് ലെങ്ത് ഓഫ് ക്ലോത്ത്. 5 പേരുടെ അളവാണ് 600. ആവറേജ് കാണാനായിട്ട് 600-ന് നമ്മൾ 5 വെച്ച് ഹരിക്കുന്നു. 600-നെ 5 വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് 120 സെൻറ്റിമീറ്റർ ആൻസർ ലഭിക്കും. അതായത് ആ ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻറ്റിന് ശരാശരി 120 സെൻറ്റിമീറ്റർ നീളമുള്ള തുണി വേണം കുപ്പായം തയ്ക്കുന്നതിനായിട്ട്. ക്ലോത്ത് നീഡഡ് ഫോർ 23 സ്റ്റുഡൻസ്. ഒരാൾക്ക് 120 സെൻറ്റിമീറ്റർ വേണമെങ്കിൽ 23 പേർക്ക് 23 × 120 അതെത്രയാണോ അത്രയോ സെൻറ്റിമീറ്റർ തുണി ആവശ്യമുണ്ട്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. 23-നെ 120 വെച്ച് ഗുണിക്കുന്നതിന് പകരം 23-നെ 12 കൊണ്ട് ഗുണിച്ച് ഒരു 0 ഇട്ട് നൽകിയാൽ മതി. 3-നെ 2 വെച്ച് ഗുണിക്കുമ്പോൾ 6 ലഭിക്കും. 2-നെ 2 വെച്ച് ഗുണിക്കുമ്പോൾ 4 ലഭിക്കും. 1-നെ 3 വെച്ച് ഗുണിക്കുമ്പോൾ 3 ലഭിക്കും. 1-നെ 2 വെച്ച് ഗുണിക്കുമ്പോൾ 2 ലഭിക്കും. തുക എടുക്കുന്നു. 6, 4, 3, 7, 2. സോ 23-നെ 12 വെച്ച് ഗുണിക്കുമ്പം 276 ആണ്. അതുകൊണ്ട് 23-നെ 120 വെച്ച് ഗുണിക്കുമ്പം 2760.
സെൻറ്റിമീറ്ററിലായതുകൊണ്ട് സെൻറ്റിമീറ്റർ ഇട്ട് നൽകുന്നു. നമുക്കറിയാം 100 സെൻറ്റിമീറ്ററാണ് ഒരു മീറ്റർ. അതുകൊണ്ട് 2760 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 27 മീറ്ററും 60 സെൻറ്റിമീറ്ററും ചേർന്നതാണ്. 5 കുട്ടികൾക്ക് ആവശ്യമായ തുണിയുടെ അളവെന്ന് പറയുന്നത് തുകയെടുക്കുമ്പോൾ നമുക്ക് 600 സെൻറ്റിമീറ്റർ ലഭിക്കും. ശരാശരി ഒരാൾക്ക് ആവശ്യമായ തുണിയുടെ അളവെന്ന് പറയുന്നത് 600നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 120 സെൻറ്റിമീറ്റർ ലഭിക്കും. ഇനി 23 കുട്ടികൾക്ക് ആവശ്യമായ തുണിയുടെ അളവെന്ന് പറയുന്നത് 120നെ നമ്മൾ 23 വെച്ച് ഗുണിക്കുന്നു. 2760 സെൻറ്റിമീറ്റർ ലഭിക്കും. അതായത് 27 മീറ്ററും 60 സെൻറ്റിമീറ്ററും. We can use the average length of 120 cm to calculate the total length of cloth needed. But would it be right to cut out a 120 cm piece for each? ശരാശരി 120 സെൻറ്റിമീറ്റർ തുണി വേണം എന്നത് ആകെ വേണ്ട തുണിയുടെ അളവ് കണക്കാക്കാൻ ഉപയോഗിക്കാം. എന്നാൽ ഓരോ കൂട്ടിക്കും വേണ്ടി 120 സെൻറ്റിമീറ്റർ വീതമുള്ള കഷ്ണങ്ങൾ മുറിച്ച് വെച്ചാൽ ശരിയാകുമോ? എല്ലാവർക്കും വേണ്ടി 120 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് പരിചയമുള്ള കാര്യമാണ്. നമുക്ക് തുണി അതായത് ഒരുമിച്ച് ഒരു ഗ്രൂപ്പിന് വേണ്ടി നമ്മൾ തുണി എടുത്താൽ അതൊരു ബണ്ടിലായിട്ട് എടുക്കുകയും ചെയ്യും. എന്നിട്ട് ഓരോരുത്തരും വരുമ്പം അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ആ ഒരു നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുകയുമാണ്. എല്ലാവർക്കും വേണ്ടി നമ്മൾ തുല്യമായിട്ട് കീറി വെച്ച് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഈ 120 സെൻറ്റിമീറ്റർ നീളത്തിൽ കഷ്ണങ്ങളാക്കി തുണി മുറിച്ച് വെച്ച് എല്ലാവർക്കും കൊടുത്താൽ ഒരിക്കലും അത് ശരിയാകാൻ പോകുന്നില്ല. കാരണം ചിലർക്ക് 120 താഴെ മതിയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് തുണിയുടെ അളവ് കൂടുതൽ, ഈ 120 എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ചിലർ വലിപ്പം കൂടിയവർ കാണും, അവർക്കെന്താണ് ഈ 120 എന്ന് പറയുന്നത് തികയില്ല. അവർക്കെന്നപ്പം പിന്നെ അഡീഷണലായിട്ട് വീണ്ടും തുണി വേണ്ടി വരും. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി 120 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ശരിയായിട്ട് ഉള്ളൊരു കാര്യമല്ല. അങ്ങനെ ചെയ്താൽ മെജോറിറ്റിക്കും അത് ഉപയോഗിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തുകയില്ല. തന്നിരിക്കുന്ന പ്രോബ്ലം വീട്ടിലിരുന്ന് ചെയ്തൊന്ന് പരിശീലിക്കുക. The number of children who attended class from Monday to Friday are 34, 35, 32, 33, 31. What is the average number of children who attended classes each day? തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ്സിൽ ഹാജരായ കുട്ടികളുടെ എണ്ണം 34, 35, 32, 33, 31 എന്നിവയാണ്. ഓരോ ദിവസവും ശരാശരി എത്ര കുട്ടികൾ ക്ലാസ്സിൽ വന്നു?